ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ലോജിക്കൽ റീസണിംഗിലെ ഇന്ത്യൻ ലോജിക് എന്ന ടോപ്പിക്കിലെ രണ്ടാം പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾസ് ഓഫ് തോട്ടിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഫിലോസഫി പ്രകാരം ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി സിസ്റ്റംസ് ഓഫ് നോളജ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ കാലാകാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പല കാലങ്ങളിലായിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്ന പല മതങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, പല കൾച്ചേഴ്സിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന പല സിസ്റ്റംസ് ഓഫ് തോട്ട് നമ്മളുടെ ഒരു ഇന്ത്യൻ ഫിലോസഫി പ്രകാരം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്കൂൾസ് ഓഫ് തോട്ടിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ആസ്തിക സ്കൂൾ ഓഫ് തോട്ടും രണ്ടാമത്തേത് നാസ്തിക സ്കൂൾ ഓഫ് തോട്ടുമാണ്. ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾസ് ഓഫ് തോട്ട് പ്രധാനമായിട്ടും ഇത് വേദത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്കൂൾസ് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുക. അതായത് വേദത്തിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സ്കൂൾസ് ഓഫ് തോട്ടിനെയാണ് നമ്മൾ ആസ്തിക സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ആത്മീയതയില്ലാതെ നിലനിൽക്കുന്ന സ്കൂൾസ് ഓഫ് തോട്ടിനെയാണ് നമ്മൾ നാസ്തിക സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ആസ്തിക സ്കൂൾ ഓഫ് തോട്ട്. ആസ്തിക സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ ഓർത്തഡോക്സ് സ്കൂൾ എന്നാണ് പറയുന്നത്. അത് വേദത്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. വേദത്തിനെ അടിസ്ഥാനം ആക്കിയിട്ടുള്ള സ്കൂൾസ് ഓഫ് തോട്ടിനെയാണ് നമ്മൾ ആ ഒരു കാറ്റഗറി ഓഫ് സ്കൂൾസിനെയാണ് നമ്മൾ ആക്ച്വലി ആസ്തിക സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആസ്തിക സ്കൂൾ ഓഫ് തോട്ടിന്റെ കീഴിൽ പ്രധാനമായിട്ടും 6 സ്കൂൾസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ 6 നോളജ് സിസ്റ്റംസ് ആണ് ഉള്ളത്. ന്യായ, വൈശേഷിക, സാംഖ്യ, മീമാംസ അതായത് പൂർവമീമാംസ, വേദാന്ത, ഉത്തരമീമാംസ എന്നാണ് പറയുന്നത് വേദാന്തേനെ. പിന്നെയുള്ളത് യോഗ. അപ്പൊ ന്യായ, വൈശേഷിക, സാംഖ്യ, മീമാംസ, വേദാന്ത, യോഗ, ഇങ്ങനെ 6 നോളജ് സിസ്റ്റംസ് ആണ് നമ്മളുടെ ആസ്തിക സ്കൂൾ ഓഫ് തോട്ടിന്റെ കീഴിൽ വരുന്നത്. നമുക്കിനി ഈ ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് ന്യായ സ്കൂൾ ഓഫ് തോട്ടാണ്. ന്യായ സ്കൂൾ ഓഫ് തോട്ട് ഫൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അക്ഷപാദ ഗൗതമയാണ്. 2nd സെഞ്ചുറി BC ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കൂളിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യായ സൂത്രാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സോഴ്സസ് ഓഫ് നോളജ് അല്ലെങ്കിൽ മീൻസ് ഓഫ് നോളജിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ന്യായ സ്കൂൾ ഓഫ് തോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സസ് ഓഫ് നോളജ് ആണ് പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ ആൻഡ് വെർബൽ ടെസ്റ്റിമണി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദം. അപ്പൊ ഈ 4 സോഴ്സസ് ഓഫ് നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ന്യായ സ്കൂൾ ഓഫ് തോട്ട് അറിവ് നേടിയിരുന്നത് അല്ലെങ്കിൽ അവര് നോളജ് അക്വയർ ചെയ്തിരുന്നത് ഈ ഒരു 4 സോഴ്സസ് ഓഫ് നോളജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഒരു ന്യായ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് എല്ലാം റിയൽ ആണ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. എല്ലാം റിയൽ ആണ്, അതായത് മായ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ന്യായ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൽ ഇല്ല എന്നതാണ്. അതായത് ഇവരെല്ലാം റിയൽ ആയിട്ടാണ് കാണുന്നത്. എല്ലാത്തിനും റിയൽ ആയിട്ടുള്ള നേച്ചറിനെയാണ് ഇവർ കൂടുതലും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നത്. ഒരു ഡെലൂഷൻ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു ന്യായ സ്കൂൾ ഓഫ് തോട്ടിലില്ല. ഇവര് കൂടുതലും ദൈവത്തിനെ പറ്റി സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ ഇവരുടെ ആത്മൻ, റിയൽ എസെൻസ്, ആ സോളിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ വേൾഡ്, ഇവരുടെ ചുറ്റുമുള്ള വേൾഡ്, റിയൽ ആയിട്ടുള്ള വേൾഡിനെ പറ്റിയിട്ടാണ് ഈ ഒരു ന്യായ സ്കൂൾ ഓഫ് തോട്ട് കൂടുതലും ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം റൈറ്റ് നോളജ് എന്നുള്ളതാണ്, ശരിയായ അറിവിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് റൈറ്റ് നോളജിനെ ആണ്. അപ്പം ഇവരുടെ ഒരു ചിന്താഗതി പ്രകാരം എങ്ങനെയാണ് നമ്മൾ മോക്ഷ ലഭിക്കുന്നത്? നമുക്ക് നമ്മളുടെ എല്ലാ റിലീജിയനിലും നമ്മൾ പറയുന്നുണ്ട് ഒരു നിർവാണ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്ത് ചെയ്താലും അറ്റ് ദി എൻഡ് നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മോക്ഷ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു എൻഡ്. അറ്റ് ദി എൻഡ് നമുക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ക്രേവ് ചെയ്യുന്ന ഒരു സാധനം നിർവാണ അല്ലെങ്കിൽ മോക്ഷയാണ്. അപ്പം ന്യായ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം ഈ ഒരു ലിബറേഷൻ അല്ലെങ്കിൽ ഈ ഒരു മോക്ഷ ലഭിക്കുന്നത് നോളജിൽ കൂടി മാത്രമാണ്. റിയൽ അല്ലെങ്കിൽ എന്താ പറയാ റൈറ്റ് നോളജിൽ കൂടെ മാത്രമാണ് ന്യായ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം നമുക്ക് ലിബറേഷൻ ലഭിക്കുകയുള്ളൂ.
ഇഗ്നോറൻസ് ആണ് ഇവർ കാണുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തെറ്റ്, അല്ലെങ്കിൽ നമ്മളെ മോക്ഷയിലേക്ക് എത്തിക്കാതെ ഇരിക്കുന്ന ഒരു ഫാക്ടർ ഇഗ്നോറൻസ് ആണെന്നാണ്, അതായത് അറിവില്ലായ്മയാണ് എന്നാണ് ന്യായ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അടുത്തത് വൈശേഷിക സ്കൂൾ ഓഫ് തോട്ട് ആണ്. കണാദയാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് 2nd സെഞ്ചുറി BCE-യിലാണ്. ഇനി ഇതിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വൈശേഷിക സൂത്രാസ് ആണ്. ഇനി ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് പെർസെപ്ഷനും അനുമാന അല്ലെങ്കിൽ ഇൻഫറൻസും ആണ്. ഇനി ഈ ഒരു വൈശേഷിക സ്കൂൾ ഓഫ് തോട്ടിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിസം ആണ്. അതായത് എല്ലാ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വേൾഡിലുള്ള എല്ലാം നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിലും അതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ആറ്റം ആണെന്ന് പറയുന്നത്. അപ്പം പരമാണു, ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണു. അപ്പൊ പരമാണുവിൽ നിന്ന് മാത്രമാണ് ബാക്കിയെല്ലാം ഉണ്ടായി വരുന്നത് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു വൈശേഷിക സ്കൂള് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു ഫിലോസഫി പ്രകാരം ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിന്റെയും ബേസ് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആറ്റം ആണ്. ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷ എന്ന് പറയുന്ന ഒരിടത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സെൽഫ് ആൻഡ് മാറ്റർ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ആത്മൻ എന്ന് പറയുന്നത് നമ്മളും, മാറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദ്രവ്യ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേൾഡുമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അപ്പൊ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. അപ്പൊ ഒറ്റയ്ക്ക് എനിക്ക് സെൽഫ് ആസ് സച്ച് എനിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിൽ മാറ്റർ മാത്രമായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ പറയുന്നത് ലൗകികവും അലൗകികവുമായിട്ടുള്ള ലൈഫിനെ പറ്റിയിട്ടാണ്. അപ്പം സെൽഫ് അലൗകികമായിട്ട് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ഒരു ഹോൾ ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ലൗകികമായിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ ഒരു സെൽഫിനെയും അതുപോലെ തന്നെ ഈ ഒരു മാറ്ററിനെയും തമ്മിൽ, ഈ ഒരു എക്സ്റ്റേണൽ വേൾഡിനെയും തമ്മിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് നിർവാണ അല്ലെങ്കിൽ ഈ ഒരു ലിബറേഷൻ കിട്ടുള്ളൂ എന്നാണ് വൈശേഷിക സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം പറയുന്നത്. അടുത്തത് സാങ്ക്യ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഫൗണ്ട് ചെയ്തത് കപിലയാണ്. 6th and 7th സെഞ്ചുറിയിലാണ് ഈ ഒരു സാങ്ക്യ സ്കൂൾ ഓഫ് തോട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാങ്ക്യ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാങ്ക്യകാരിക എന്നുള്ളതാണ്. സാങ്ക്യകാരിക. ഇനി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സോഴ്സസ് ഓഫ് നോളജ് പെർസെപ്ഷൻ, ഇൻഫറൻസ്, അതുപോലെ തന്നെ വെർബൽ ടെസ്റ്റിമണി എന്നിവയാണ്. പ്രത്യക്ഷ, അനുമാന, ശബ്ദ. ഈ 3 സോഴ്സസ് ഓഫ് നോളജിനെയാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഡ്യുവലിസം ആണ്. അതായത് 2 കാര്യങ്ങളുണ്ട്, പുരുഷനും പ്രകൃതിയും. ഇങ്ങനെ 2 എക്സിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ അതേ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേൾഡും പുരുഷൻ എന്ന് അല്ലെങ്കിൽ പുരുഷ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സെൽഫ് എന്ന് അല്ലെങ്കിൽ ആത്മൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പുരുഷ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ലിബറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നിർവാണ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും പറയുന്നത് പുരുഷനും പ്രകൃതിയും 2 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2ഉം തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് മോക്ഷ അല്ലെങ്കിൽ നിർവാണ സാധ്യമാകുകയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സാങ്ക്യ സ്കൂൾ ഓഫ് തോട്ടിനുള്ളത്. അടുത്തത് മീമാംസ അല്ലെങ്കിൽ പൂർവ്വ മീമാംസ. ഈ ഒരു പൂർവ്വ മീമാംസ സ്കൂൾ ഓഫ് തോട്ടിനെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ജൈമിനിയാണ്. 3rd and 4th സെഞ്ചുറി BCE-യിലാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇനി ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ബൈബിൾ എന്ന് പറയുന്നത് മീമാംസ സൂത്രാസ് ആണ്. ഇനി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ സോഴ്സസ് ഓഫ് നോളജസ്, അതായത് 6 പ്രമാണ, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപത്തി, അനുപലബ്ധി, ഈ 6 പ്രമാണാസിനെ നമ്മളുടെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ആയിട്ടുള്ള പൂർവ്വമീമാംസ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പൂർവ്വമീമാംസയുടെ മീൻസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഈ 6 പ്രമാണങ്ങളാണ്. ഇനി ഈ ഒരു മീമാംസ സ്കൂളിന്റെ മെറ്റഫിസിക്സ് എന്ന് പറയുന്നത് റിച്വലിസം ആണ്. ഇവര് കൂടുതലും ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവര് കൂടുതലും വേദേനെ ഭയങ്കരമായിട്ട്, അതായത് വേദങ്ങളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഇവരുടെ ഫിലോസഫി പ്രകാരം നമുക്ക്
മോക്ഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ധർമ്മ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഈ വേദത്തിനെ ബേസ് ചെയ്ത് വേദം പറയുന്ന രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിർവ്വാണ അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഇടത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പൂർവമീമാംസ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അടുത്തത് വേദാന്ത സ്കൂൾ ഓഫ് തോട്ട് ആണ്. ബാദരായണ അല്ലെങ്കിൽ വ്യാസയാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 4th സെഞ്ചുറി BC-യിലാണ് ഈ ഒരു സ്കൂള് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ബൈബിൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രാസ് ആണ്. ഇനി ഈ ഒരു സ്കൂള് വിശ്വസിച്ചിരുന്നത് നോൺ ഡ്യുവലിസത്തിനെയാണ്. അതായത് രണ്ട് കാര്യങ്ങൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, പുരുഷനും പ്രകൃതിയും അല്ലെങ്കിൽ സെൽഫ് ആൻഡ് മാറ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ഡ്യുവലിസത്തിന് എതിരായിട്ടാണ് വേദാന്ത സ്കൂൾ ഓഫ് തോട്ട് നിലനിന്നിരുന്നത്. അതായത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒന്നിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കേണ്ടിയുള്ളൂ, അത് ബ്രഹ്മൻ ആണ് എന്ന് പറയുന്നത്. ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മൻ ആണ് എന്നാണ് ഈ ഒരു വേദാന്ത സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ഇനി ബ്രഹ്മൻ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഒരു സോളിനെയാണ് ഇവര് ബ്രഹ്മൻ എന്ന് പറയുന്നത്. ഇനി അൾട്ടിമേറ്റ്ലി ഈ ഒരു സോൾ എത്തിച്ചേരേണ്ടത്, ബ്രഹ്മൻ എത്തിച്ചേരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അത് ഗോഡാണ്. അപ്പം എപ്പോഴാണോ നമ്മളുടെ ബ്രഹ്മൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു റിയൽ എസെൻസ് അല്ലെങ്കിൽ ഈ ഒരു സോള് അതിന്റെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ദൈവത്തിന്റെ അടുത്ത് എത്തുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ബ്രഹ്മൻ ഗോഡിന്റെ അടുത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം ലഭിക്കുകയില്ല എന്നാണ് ഈ ഒരു വേദാന്ത സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു വേദാന്ത സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സോഴ്സസ് ഓഫ് നോളജ് പ്രത്യക്ഷ, ഇൻഫറൻസ് അതായത് അനുമാന, അതുപോലെ തന്നെ ശബ്ദ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്നിവയാണ്. അടുത്തത് യോഗയാണ്. യോഗ സ്കൂൾ ഓഫ് തോട്ട്. ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് പതഞ്ജലിയാണ്. 2nd സെഞ്ചുറി BC-യിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇനി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് യോഗ സൂത്രാസ് ആണ്. ഈ സ്കൂൾ ഓഫ് തോട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സോഴ്സസ് ഓഫ് നോളജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യക്ഷ, അനുമാന, അതുപോലെ തന്നെ ശബ്ദ എന്നീ 3 സോഴ്സസ് ഓഫ് നോളജിനെയാണ്. ഇനി ഈ സ്കൂൾ ഓഫ് തോട്ടിന്റെ മെറ്റാഫിസിക്സ് സാങ്ക്യ മെറ്റാഫിസിക്സുമായിട്ട് സിമിലർ ആണ്. അവര് പറയുന്ന പോലെ തന്നെ ഡ്യുവലിസം അല്ലെങ്കിൽ പുരുഷ ആൻഡ് പ്രകൃതി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് യോഗ സ്കൂൾ ഓഫ് തോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിലാകെ ഒരു വ്യത്യാസം ഉള്ളത്, യോഗ ചെയ്യണം എന്നാണ് യോഗ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഒരു സ്പിരിച്വൽ പ്രോഗ്രസിന് വേണ്ടിയിട്ട് വി ഷുഡ് പ്രാക്ടീസ് യോഗ എന്നാണ് ഇവരുടെ മെറ്റാഫിസിക്സിൽ വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള മെറ്റാഫിസിക്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു സാങ്ക്യ മെറ്റാഫിസിക്സ്, അതായത് ഡ്യുവലിസം, ദ എക്സിസ്റ്റൻസ് ഓഫ് പുരുഷ ആൻഡ് പ്രകൃതി. ഈ യോഗ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം നമ്മളുടെ മെന്റൽ ഫ്ലക്ച്വേഷൻസിനെ എല്ലാം മാറ്റി നിർത്തി, അതായത് മാനസികമായിട്ട് യാതൊരു രീതിയിലുമുള്ള കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്താ പറയാ ഇംബാലൻസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മെന്റലി ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ദ അൾട്ടിമേറ്റ് യൂണിയൻ വിത്ത് ഗോഡ്, അവസാനം നമ്മൾ ഈ ബ്രഹ്മണിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അറ്റ് ദി എൻഡ് ഗോഡിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ മനസ്സ് വളരെ എന്തായിരിക്കണം, പ്യുവർ ആയിരിക്കണം, അല്ലെങ്കിൽ കാം ആയിരിക്കണം, ഫ്ലക്ച്വേഷൻസ് പാടില്ല. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ ഒരു യൂണിയൻ വിത്ത് ഗോഡ് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ യൂണിയൻ വിത്ത് ഗോഡ് ആയാൽ മാത്രം, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് വെൻ യു ആർ യുണൈറ്റഡ് വിത്ത് ദ ഗോഡ്, അങ്ങനെ ഒരു എൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യോഗ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം നിർവാണ അല്ലെങ്കിൽ മോക്ഷ ലഭിക്കുകയുള്ളൂ. അടുത്തത് നാസ്തിക സ്കൂൾ ഓഫ് തോട്ട് ആണ്. അൺഓർത്തഡോക്സ് സ്കൂളാണ്, നോൺ തിയിസ്റ്റിക് ആണ്. വേദ എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ വേദം എന്ന് പറയുന്നതിനെ എന്താണ് അടിസ്ഥാനം ആക്കാതെ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റീനെ വിലവെക്കാത്ത സ്കൂൾസ് ഓഫ് തോട്ടിനെയാണ് നമ്മൾ നാസ്തിക സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ നാസ്തിക സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം 3 സ്കൂൾസ് ആണ് ഉള്ളത്. ആദ്യത്തേത് ബുദ്ധിസം, രണ്ടാമത്തേത് ജൈനിസം, മൂന്നാമത്തേത് ചർവാക. ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ ഗൗതമയാണ്, അതായത് ഗൗതമ ബുദ്ധ. 6th to 4th സെഞ്ചുറി ആണ് ഈ ഒരു ബുദ്ധിസം നിലനിന്നിരുന്ന ഒരു കാലം എന്ന് പറയുന്നത്. അതായത് അതിന്റെ പീക്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഈ 6th to 4th സെഞ്ചുറി BCE ആണ്. ബുദ്ധിസം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പലയിടങ്ങളിൽ ഒരു റിലീജിയൻ ആയിട്ട് ബുദ്ധിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് അതിന്റെ ഏറ്റവും പീക്കിൽ ഉണ്ടായിരുന്ന ഒരു സമയം, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ 6th to 4th സെഞ്ചുറി BCE ആണ്. അപ്പം ഈ ഒരു
സ്കൂൾ ഓഫ് തോട്ട്, ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ത്രിപീഠകയാണ്, ത്രിപീഠക. ഇനി ഈ ഒരു സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സോഴ്സസ് ഓഫ് നോളജ് പ്രത്യക്ഷ, അനുമാന, ശബ്ദ എന്നീ 3 സോഴ്സസ് ഓഫ് നോളജ് ആണ്. ഇനി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ ആണ്, ഇംപെർമിനൻസ് ആണ്, നോൺ സെൽഫ് ആണ്, അതുപോലെ തന്നെ സഫറിംഗ് ആണ്. ബുദ്ധിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആശയാണ് എല്ലാ വിഷമത്തിനും കാരണം എന്നാണ് ബുദ്ധിസം പറയുന്നത്. ഡിസയർ ആണ് നമുക്ക് എന്തൊക്കെ നിരാശ ഉണ്ടാകുന്നു അതിനെല്ലാം കാരണം ഡിസയർ ആണെന്നാണ് ബുദ്ധിസം പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇംപെർമിനൻസ് അല്ലെങ്കിൽ നോൺ സെൽഫ്, ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാം എന്താ പറയാ ആസ് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് ഒരിക്കലും എക്സിസ്റ്റൻസ് ഇല്ല എന്നാ പറയുന്നത്. അതായത് നമുക്ക് നോൺ സെൽഫ് ആണ്, നമുക്ക് സെൽഫ് എന്ന് പറയുന്ന കാര്യമില്ല. നമ്മൾ പല ആളുകളുമായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. അതാണ് ഈ ഒരു ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യം പല കാര്യങ്ങളുമായിട്ട്, എക്സ്റ്റേണൽ വേൾഡിലുള്ള പല കാര്യങ്ങളുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ സെൽഫ് ആണ്. അതായത് നമുക്ക് സെൽഫ് എന്ന് പറയുന്ന ഒരു ആസ് എ സെൽഫ് എൻറ്റിറ്റി, വൺ എൻറ്റിറ്റി ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്ക് ഇല്ല എന്നാണ് ബുദ്ധിസം പറയുന്നത്. അതുപോലെ തന്നെ ഇവര് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇംപെർമനൻസ്, അതായത് അനിച്ഛ. ആരും പെർമനന്റ് അല്ല, ഒന്നും പെർമനന്റ് അല്ല, ഒന്നും ശാശ്വതമല്ല എന്നാണ് ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇവരുടെ ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് എത്തുന്നത് തന്നെ നിർവാണ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ്. അപ്പം നിർവാണ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പൊതുവെ പറയുന്നത്. അല്ലെങ്കിൽ നിർവാണ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ ടേം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ബുദ്ധിസത്തിൽ നിന്നാണ്. ഇനി ആസ് പെർ ബുദ്ധിസം അല്ലെങ്കിൽ ആസ് പെർ ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസയേഴ്സ് മാറ്റിവെക്കണം എന്നാ പറയുന്നത്. നമ്മൾക്ക് ഒരു ആഗ്രഹവും പാടില്ല. നമ്മളുടെ ഡിസയേഴ്സ് എല്ലാം മാറ്റിവെച്ച് ബുദ്ധിസം പറയുന്ന 8 ഫോൾഡ് പാത്ത്, അങ്ങനെ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല വാക്ക്, നല്ല കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 8 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആ ഒരു 8 ഫോൾഡ് പാത്തിൽ കൂടെ പോയാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ സഫറിങ്ങിന് ഒരു എൻഡ് എത്തുള്ളൂ. ഇനി ഈ സഫറിങ്ങിന്റെ എൻഡ് എന്ന് പറയുന്നതാണ് നിർവാണം. നമ്മളുടെ എല്ലാ വിഷമങ്ങളും അവസാനിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡിസയർ മാറ്റിവെക്കണം. നമ്മൾ ഈ ബുദ്ധിസം പറയുന്ന 8 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ദുരിതങ്ങൾക്ക് ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു ശമനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ശമനം കിട്ടുന്നിടത്ത് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നിർവാണം ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തത് ജൈനിസം. ജൈനിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഫൗണ്ട് ചെയ്തത് മഹാവീരയാണ്. 6th സെഞ്ചുറി BC ആണ് ഇതിന്റെ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആഗമാസ് അല്ലെങ്കിൽ തത്വർത്ഥ ശാസ്ത്രാസ് ആണ്. ഇനി ഈ ഒരു ടെക്സ്റ്റ് പ്രകാരം ഇവര് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഫോളോ ചെയ്യുന്ന സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് പ്രത്യക്ഷ, അനുമാന, ശബ്ദ എന്നിവയാണ്. ഇനി ഈ ഒരു സ്കൂള് പ്രകാരം ഇവരുടെ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാല് പ്ലൂറലിസം ആണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതുപോലെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സെൽഫ് എന്ന് പറയുന്നതിന്റെ നെഗേഷൻ ഇതൊന്നുമല്ല. ഇതിനെല്ലാം മറികടന്ന് പ്ലൂറലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഇവര് വിശ്വസിക്കുന്നത്. ഡ്യുവലിസം പോലും അല്ല, പ്ലൂറലിസം. ഈ വേൾഡില് ഒത്തിരി കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് പ്രത്യേകിച്ചും ജീവ അല്ലെങ്കിൽ അജീവ, ജീവനുള്ള വസ്തുക്കളല്ല ജീവജാലങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളുണ്ട് എന്നാണ്. ഇതിന്റെ എല്ലാം ബേസിസിലാണ് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ജീവ ഓർ അജീവ, ആരും ഒന്നിനും മുകളിലല്ല, ആരും ഒന്നിനും താഴെയല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ജീവയാണെങ്കിലും അജീവയാണെങ്കിലും എന്താണ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ജൈനിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് കർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്ത
കാര്യത്തിന്റെ ഗുണം പോലെ, അത് ശരിയാണോ തെറ്റാണോ. ഇപ്പൊ ശരി ചെയ്യുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു കാര്യം നമുക്ക് റിയാക്ഷൻ ആയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തതിന്റെ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്താൽ അതിന്റെ ഒരു ശിക്ഷ പോലെ മറ്റെന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും. ഈ ഒരു കോൺസെപ്റ്റ്, ഇതിനെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീബർത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് ജൈനിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഇവര് പറയുന്നത് പ്രകാരം നമ്മളൊരു സൈക്കിളിലാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗുണമനുസരിച്ച് ഇപ്പൊ നമ്മൾ നല്ലത് മാത്രം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സൈക്കിൾ, റീബർത്തിന്റെ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാമെന്നാ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്കിളിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത ജന്മത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ എല്ലാം ശിക്ഷ അടുത്ത ജന്മത്തിൽ അനുഭവിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു റീബർത്തിന്റെ ഒരു സൈക്കിൾ ഉണ്ടെന്നാണ് ജൈനിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ആൻഡ് അവരുടെ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കിൾ ഓഫ് തോട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നല്ലത് മാത്രം ചെയ്ത്, അഹിംസ ചെയ്ത്, ആരെയും ദ്രോഹിക്കാണ്ട് അല്ലെങ്കിൽ യാതൊരു രീതിയിലുമുള്ള തെറ്റുകൾ ചെയ്യാണ്ട്, നമ്മളൊരു നോൺ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നല്ലത് മാത്രം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റീബർത്തിന്റെ ഈ ഒരു സൈക്കിളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ എസ്കേപ്പ് ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നിർവ്വാണം കിട്ടുള്ളൂ. ഇതാണ് നമ്മളുടെ ജൈനിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അടുത്ത സ്കൂൾ ഓഫ് തോട്ട് ചർവാക അല്ലെങ്കിൽ ലോകായത. ബൃഹസ്പതിയാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഫൗണ്ട് ചെയ്തത്. ഇത് 6th century BC തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചർവാക സൂത്രാസ് ആണ്. ഇനി ഈ ഒരു ചർവാക സ്കൂൾ ഓഫ് തോട്ട് ആകെ ഒരേ ഒരു സോഴ്സ് ഓഫ് നോളജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് പെർസെപ്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രത്യക്ഷയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള നോളജ് മാത്രമാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഈ ഒരു സ്കൂളിന്റെ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാല് മെറ്റീരിയലിസം ആണ്. ഇപ്പൊ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൗകികമായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന സ്കൂൾസിൽ പറയുന്ന ഒരു എന്താ പറയാ നന്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ചർവാക സ്കൂൾ അല്ലെങ്കിൽ ഈ ഒരു ലോകായത സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവര് പറയുന്നത് ഇന്ന് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് ചർവാകയിലുള്ളത്. ഇപ്പൊ നമ്മൾ ഇപ്പം ജൈനിസത്തിൽ പറയുന്ന പോലെ റീബർത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിർവാണ, ലൈക് മോക്ഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. അതായത് നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ബാധിക്കുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ചർവാക പറയുന്ന ഫിലോസഫി. ഇനി ഇവരുടെ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. ഈ ഒരു ദിവസം നമ്മളുടെ കയ്യിലുണ്ട്, ഈ ഒരു ദിവസം നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഇത് മാത്രമാണ് നമ്മളുടെ ചർവാക സിസ്റ്റം അല്ലെങ്കിൽ ചർവാക സ്കൂൾ ഓഫ് തോട്ട് പറയുന്നുള്ളൂ. ഇനി കാണുന്ന ടേബിളില് ആസ്തിക സ്കൂൾസും നാസ്തിക സ്കൂൾസും തമ്മിലുള്ള മേജർ ഡിഫറൻസസും അതിന്റെ ഒരു ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. എപ്പിസ്റ്റമോളജി നോക്കുമ്പോൾ ആസ്തിക സ്കൂൾസ് അവരുടെ നോളജ് അക്വയർ ചെയ്യുന്നത് ത്രൂ പ്രമാണാസ് ആണ്. പ്രത്യേകിച്ചും പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ, ടെസ്റ്റിമണി. ഈ 4 പ്രമാണാസ് വെച്ചിട്ടാണ് ആസ്തിക സ്കൂൾസ് നോളജ് അക്വയർ ചെയ്യുന്നത്. നാസ്തിക സ്കൂൾസിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. ബുദ്ധിസവും ജൈനിസവും പെർസെപ്ഷനും ഇൻഫറൻസും മെയിൻ സോഴ്സസ് ഓഫ് നോളജ് ആയിട്ട് എടുക്കുമ്പോൾ ചർവാക പെർസെപ്ഷനെ മാത്രമാണ് വാലിഡ് ആയിട്ട് കാണുന്നുള്ളൂ. ഇനി മെറ്റാഫിസിക്സ് നോക്കുമ്പോൾ ആസ്തിക സ്കൂൾസിൽ ഡുവലിസ്റ്റിക് അല്ലെങ്കിൽ നോൺ ഡുവലിസ്റ്റിക് തിയറീസ് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഒരു തിയോളജിക്കൽ അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു വേദിക് ടെക്സ്റ്റ്. ഇപ്പൊ വേദാസ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ആസ്തിക സ്കൂൾസിന്റെ എല്ലാം മെറ്റാഫിസിക്സ് അവർ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. നാസ്തിക സ്കൂൾസിൽ പക്ഷെ പ്രത്യേകിച്ചും ചാർവാക സ്കൂൾ ഓഫ് തോട്ടും അതുപോലെ തന്നെ എന്താ പറയുക അഗ്നോസ്റ്റിക് ആയിട്ടുള്ള, അതായത് ലൈക് തീയിസ്റ്റിക് അല്ലാത്ത മെറ്റാഫിസിക്സ് ആണ് ഈ ഒരു നാസ്തിക സ്കൂൾസിലുള്ളത്. ഇനി ബുദ്ധിസവും ജൈനിസവും കുറച്ചുകൂടി മെറ്റാഫിസിക്കൽ തിയറീസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവർ വേദിക് അല്ലെങ്കിൽ ഒരു ആത്മീയപരമായിട്ടുള്ള കോസ്മോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവര് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നാസ്തിക സ്കൂൾസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി എത്തിക്സ് നോക്കുമ്പോൾ ആസ്തിക സ്കൂൾസ് പ്രത്യേകിച്ചും വർണ്ണ, ആശ്രമ എന്ന് പറയുന്ന 2 കാര്യങ്ങളെ, അതുപോലെ തന്നെ ധർമ്മ എന്ന് പറയുന്ന മോറൽ ലോ എന്ന് പറയുന്നതിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നാസ്തിക സ്കൂൾസ് കൂടുതലും എത്തിക്കൽ ലിവിങ്ങും കർമ്മയുമാണ്.
പക്ഷെ ഇവര് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് വേദത്തിൽ നിന്ന് മാറി നിന്നിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പം കർമ്മ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനൊരു തിയസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊണോട്ടേഷൻ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ജൈനിസം പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധിസം പറയുന്നത് നോൺ വേദിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വേദത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല. ഇനി ഇവിടെ കൂടുതലും അഹിംസ ആണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ജൈനിസത്തില്. ഇനി ആസ്തിക സ്കൂൾസിന്റെ സാൽവേഷൻ മോക്ഷ എന്ന് പറയുന്നത് കൂടുതലും വേദിക് പ്രാക്ടീസുകളിൽ കൂടി, റിയലൈസേഷൻ ഓഫ് ദ സെൽഫിൽ കൂടി, ഡിവോഷനിൽ കൂടി, ധർമ്മയിൽ കൂടി, ഇതിൽ കൂടെയൊക്കെയാണ് സാൽവേഷൻ കിട്ടുന്നത്. പക്ഷെ നാസ്തിക സ്കൂളില് എന്താണ്, നമ്മളുടെ ട്രൂ റിയൽ ആയിട്ടുള്ള നേച്ചർ വെച്ചിട്ട്, നമ്മളുടെ മെന്റൽ ഡിസിപ്ലിൻ വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇവിടെ മോക്ഷ കിട്ടുന്നത്. ഇനി ചാർവാക സ്കൂൾ വെച്ചിട്ടാണെങ്കിൽ മോക്ഷ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾസിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് പറയാണ്. 6 സ്കൂൾസ് ആണുള്ളത്: ന്യായ, വൈശേഷിക, സാംഖ്യ, പൂർവമീമാംസ അതായത് മീമാംസ, ഉത്തരമീമാംസ, വേദാന്ത ആൻഡ് യോഗ. ഈ 6 സ്കൂൾസ് ഓഫ് തോട്ട് ആണ് ആസ്തിക സ്കൂൾസ് ഓഫ് തോട്ടിൽ വരുന്നത്. ഇനി നാസ്തിക സ്കൂളിൽ വരുന്നത് 3 സ്കൂൾസ് ആണ്: ബുദ്ധിസം, ജൈനിസം ആൻഡ് ചർവാക. ഈ 3 കാര്യങ്ങളാണ് നാസ്തികയിൽ വരുന്നത്. ആസ്തിക സ്കൂൾസ് വേദിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നാസ്തിക സ്കൂള് നോൺ വേദിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പം ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹേത്വ ഭാഷാസ് ആണ് പഠിക്കുന്നത്, അതായത് ഫാലസീസ്. ഇന്ത്യൻ ഫിലോസഫിയിലെ ഫാലസീസിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുവരെയ്ക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.